ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പെരുമ്പാവൂരിലും പ്രതിഷേധം. പെരുമ്പാവൂർ YMCAയുടെയും YWCAയുടെയും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് പെരുമ്പാവൂർ YMCAയുടെയും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിന്റെയും YWCAയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. പെരുമ്പാവൂർ YMCA ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ സഭയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ആതുര ശുശ്രൂഷയും ഗ്രാമ സന്ദർശനം നടത്താൻ പോയിക്കൊണ്ടിരുന്ന സന്യസ്തരായ 2 ബഹുമാന്യ വനിതകളെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളെയും അകാരണമായി നിയമവിരുദ്ധമായി എല്ലാ ജനാധിപത്യ മര്യാദകളും ഭരണഘടനകൾ ലംഘിച്ച് കൃത്രിമമായി രേഖകളുണ്ടാക്കി FIR ഉൾപ്പെടെയുള്ള നടപടികൾ തിരുത്തൽ വരുത്തി മനഃപൂർവ്വം തുറുങ്കിലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ കൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയും അനേക ദിവസങ്ങളായി 2ാം വട്ടം ജാമ്യം അനുവദിച്ചിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ട് പോലും നിഷേധിച്ച് ഇന്നും ജാമ്യം അനുവദിക്കാതെ ഭാരത ഭരണഘടന അംഗീകരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടം അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ലോകമെമ്പാടുമുള്ള ദൈവവിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ സംഘടിച്ച് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പെരുമ്പാവൂരിലെ എക്യുമെനിക്കൽ ക്ലർജി അസോസിയേഷനും YMCAയും സംയുക്തമായി ഈ പ്രതിഷേധാഗ്നിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്തവർ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസ് പ്രസിഡന്റ് ഫാദർ ജോർജ് പുത്തൻപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കന്യാസ്ത്രീകളെ ഉടൻ ജാമ്യത്തിലിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. യോഗത്തിൽ YMCA പ്രസിഡന്റ് ഏലിയാസ് മാത്യു ഛത്തീസ്ഗഡിലെ നടപടിക്കെതിരെയുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചു. ഫാദർ സാബു പുളിമൂട്ടിൽ, ഫാദർ ജോസഫ് പാത്തിക്കൽ, ഫാദർ ജോജി, ഫാദർ ഷാജൻ വി എബ്രഹാം, YMCA ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് CP മാത്യു, ജോസ് നെറ്റിക്കാടൻ, PD പീറ്റർ, YMCA സെക്രട്ടറി മാത്യൂസ് T ബേബി, ട്രഷറർ ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. ഭാഗ്യകരമായ നമ്മുടെ എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റേഴ്സിന് ഉണ്ടായ ദുരവസ്ഥയെ സമൂഹത്തിന് മുന്നിൽ അവരുടെ ആത്മാർത്ഥതയെ തുറന്ന് പറയത്തക്ക വിധം പൊതുസമൂഹത്തിൽ അവർക്ക് അനുകൂലമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നതിലേക്ക് നമ്മളെല്ലാവരും YMCAയും ക്ലർജി കോൺഫറൻസും ചേർന്ന് അവർക്ക് സിസ്റ്റേഴ്സിന് എത്രയും വേഗം ജാമ്യം ലഭിക്കത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തിയായ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നും അതുപോലെ നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം അറിയിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഈ YMCAയുടെയും ക്ലർജി കോൺഫറൻസിൻ്റെയും നേതൃത്വത്തിൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.